നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് രഘു തന്നെ നിൽക്കണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം. അച്ഛനെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പാർട്ടി എത്രമാത്രം അധപ്പതിച്ചു എന്ന് മനസ്സിലാക്കാം. മോനെ, നിലപാടിന്റെ ശേർച്ചയാണ് നിന്റെ അച്ഛൻ. ഏത് രാവിലെ ഒന്ന് പറഞ്ഞ് വൈകുന്നേരം ആവാൻ പോലും സമയം കൊടുക്കാതെ ഉച്ചയ്ക്ക് തന്നെ അത് മാറ്റി പറയുന്ന എന്റെ അച്ഛനാ. രഘു ഒന്നും മിണ്ടിയില്ല, എല്ലാം ഇതെന്റെ പറഞ്ഞില്ലേ. എനിക്കങ്ങനെ വേറെ കാര്യങ്ങൾ പറയില്ല. ജയിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തരം എനിക്ക് തന്നെ വേണം. ആഭ്യന്തരം സേഫായി, അച്ഛൻ ജയിക്കില്ലല്ലോ. ഇന്ന് തന്നെ നമുക്ക് പ്രചരണം തുടങ്ങണം. നോക്കണ്ടേ, എന്റെ എല്ലാ പോസ്റ്ററിലും ടാഗ്ലൈൻ ഇതായിരിക്കണം: വാപ്പിൾ മുഖ്യൻ രഘു വരും, വന്ന പോലെ തിരിച്ചു പോകും. അതും കൂടെ എഴുതിയാലേ കറക്റ്റ് ആവും. രഘു ഈ വീട്ടിലുള്ള 4 വോട്ടെങ്കിലും നമുക്ക് കിട്ടൂലേ. ആദ്യം അച്ഛൻ തന്നെ അച്ഛനിട്ട് കുത്തോന്ന് നോക്കട്ടെ. ഞാൻ കുത്തിയില്ലെങ്കിലും ജനങ്ങൾ എനിക്കിട്ട് കുത്തും. അത് ദിവസം കുത്തുന്നുണ്ടല്ല. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ KKPP-യുടെ സ്ഥാനാർത്ഥി രഘു. കൊള്ളാം. KKPP കിട്ടിയാ കിട്ടി, പോയാ പോയി. വന്നോരും നിന്നോരും കണ്ടോരും ഒക്കെ തലോലി ചോമനി ചിട്ടൊരു പേര്.